നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. ശരണം ശബരിഗിരീശം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ശബരിമല മുൻ മേൽശാന്തി, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ, ഒരുപാട് പ്രാവശ്യം എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്, തെക്കേടത്തുമന വിഷ്ണു നമ്പൂതിരി അവർകളാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അപാരമായ പാണ്ഡിത്യം ഒന്ന് ശബരിമലയെക്കുറിച്ച് മാത്രമല്ല, ഈ വൈദിക രംഗത്തുള്ള അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായും നമുക്ക് ശബരിമലയെക്കുറിച്ചുള്ള ചരിത്രമാകട്ടെ, ശബരിമലയെക്കുറിച്ചുള്ള വിശേഷമാകട്ടെ, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്താവട്ടെ, ഒക്കെ സുവർണ്ണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോഴും തുടരാൻ പോകുന്നത്. നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം. തിരുമേനി, സ്വാഗതം. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നെഞ്ചിൽ നിന്ന് തന്നെ തീർച്ചയായും ശരണത്തോടുകൂടി വരുന്ന നാമമാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ. എന്നാലും നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പങ്കുവച്ചു. ഇനി അനവധി കാര്യങ്ങൾ. ഒരിക്കലും എന്താണ് ഇത്, അർജുനൻ്റെ ആവനാഴി പോലെയാണ്. ഒരിക്കലും തീരാത്ത ശരങ്ങളുള്ള, പൂർണ്ണതയിലെത്തില്ല. അതെ, പൂർണ്ണതയിൽ ഒരിക്കലും എത്താത്ത കാര്യങ്ങളാണ്. എന്നാലും ഇന്നും ചില സംശയങ്ങൾ അത് ഇപ്പോഴും ദൂരീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങ് കഴിഞ്ഞ കാലങ്ങളിൽ സൂചിപ്പിച്ചു, മുദ്രധാരണം മുതൽ മലകയറ്റം വരെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് സൂചിപ്പിച്ചു. എന്നാലും ഇന്നും ഈ 18 മലയെക്കുറിച്ചും ഈ 18 പടിയെക്കുറിച്ചും ഇന്നും ഒരുപാട് ആളുകൾക്ക് അജ്ഞതയാണ്. അവർക്ക് എന്താണെന്ന് അറിയില്ല. മാത്രമല്ല, ഇതിനിടയിലെല്ലാം കുറേ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് അങ്ങേക്കറിയാം. ഇതിനൊക്കെ ഒരു അവസാനം നമുക്ക് വേണം. ആധികാരികമായി ഇതിനെക്കുറിച്ച് പറയാൻ കഴിവുള്ള തിരുമേനി തന്നെ അതിനൊരു അവസാനം ഉണ്ടാക്കണം. നമ്മളിപ്പോൾ മുദ്രയിട്ടു, മാലയിട്ടു, 41 മണ്ഡല വ്രതം നോറ്റു, അതിനുശേഷം മല ചവിട്ടാൻ തുടങ്ങി. മല ചവിട്ടി നമ്മൾ മലയിലേക്ക് കയറുന്നത് ആദ്യം പമ്പയിൽ എത്തി പമ്പാ സ്നാനം കഴിയും, അല്ലേ തിരുമേനി? പമ്പാ സ്നാനം കഴിഞ്ഞ് നേരെ അതിനു മുമ്പ് പമ്പാ സ്നാനം നടത്തിയ പമ്പയിൽ ചിലപ്പോഴൊക്കെ ഞാനിപ്പോൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്, അവിടെ പിതൃ തർപ്പണം. അത് തൊട്ട് നമുക്ക് തുടങ്ങാം. തിരുമേനി അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. മുദ്ര ധരിച്ച് വ്രതാനുഷ്ഠാനത്തോടുകൂടി ഒരു മണ്ഡലം പൂർത്തീകരിച്ചാൽ, ഒരു മണ്ഡലം എന്ന് ഉദ്ദേശിച്ച മണ്ഡലകാലമല്ല, ഒരു മണ്ഡലം 41 ദിനങ്ങളാണ്. അതെ. അങ്ങനെ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചിലർ വ്രതമെടുത്ത് തുടങ്ങും. കാര്യം വൃശ്ചികം 1-നൊക്കെ ദർശനത്തിന് എത്തണമെന്നുള്ളവർ വളരെ നേരത്തെ തന്നെ മുദ്ര ധരിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കും. അങ്ങനെ വ്രതം പൂർത്തിയാക്കി ഇരുമുടിക്കെട്ട് ധരിച്ച് പമ്പയിൽ വന്ന് പമ്പാ സ്നാനവും കഴിഞ്ഞ് ചിലരൊക്കെ പിതൃതർപ്പണം, പിതൃപ്രീതിക്കായിട്ട് അവിടെ ചെയ്യാറുണ്ട്. അതെല്ലാം ചെയ്ത് പമ്പയിലെ വിഘ്നേശ്വരനെ ദർശിക്കുകയാണ് ആദ്യത്തെ ചടങ്ങ്. കാരണം യാതൊരു വിഘ്നങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെല്ലാം ഒഴിച്ചുകൊണ്ട് ഇനിയും വിഘ്നങ്ങളില്ലാതെ പരിപാലിക്കണമെന്ന പ്രാർത്ഥനയോടെ ആ ശബരിമലയിലോട്ടുള്ള ആ മലകയറ്റം ആരംഭിക്കുകയാണ്. മലകയറ്റം അവിടെ നിന്ന് ആരംഭിച്ച് അവിടെ ആ മലയിലെ തീർച്ചയായിട്ടും ഭഗവാന്റെ ജീവചൈതന്യം ഉൾക്കൊണ്ടിരിക്കുന്ന, ശ്വാസനിശ്വാസങ്ങളെ ഉൾക്കൊണ്ടിരിക്കുന്ന ആ മലയെ തൊട്ട് വന്നിച്ചാണ് എല്ലാ ഭക്തന്മാരും മല കയറുന്നത്. മല കയറി അവിടെ അപ്പാച്ചിമേട്, നീലിമല, ശബരിപീഠം, ശരംകുത്തിയാൽ ഇതെല്ലാം താണ്ടി നമ്മൾ 18-ാം പടിക്ക് താഴെ എത്തുകയാണ്. 18-ാം പടിക്ക് താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ആ 18 പടികളിൽ ഒരുപാട് കഥകളും ഉപകഥകളും എല്ലാം ധാരാളമുണ്ട്. കാരണം അതിനൊന്നും നമുക്കൊരാധികാരികത ഇപ്പോൾ എനിക്കോ മറ്റാർക്കുമോ കൽപ്പിക്കുവാനും സാധിക്കില്ല. ശബരിമലയിലെ പല ആചാരങ്ങളും അതിൻ്റെ ആധികാരികത തേടിപ്പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഓരോ ഭക്തനും അവൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള വിശ്വാസത്തിലൂടെ ഉടലെടുത്തതാണ് പല ആചാരങ്ങളും. അവൻ്റെ അനുഭവമാണ് അവൻ്റെ വിശ്വാസം. ആ അനുഭവങ്ങളിലൂടെ വരുന്ന ആചാരങ്ങളാണ് പലതും നിലനിൽക്കുന്നത്. അതിൽ കാലോചിതമായിട്ട് നമുക്ക് അത് ആ ക്ഷേത്രത്തിനാണെങ്കിലും ഇവിടുത്തെ ലതാദികൾക്കാണെങ്കിലും ഇവിടുത്തെ പമ്പാ തീർത്ഥത്തിനാണെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും, അതേപോലെ എല്ലാ രീതിയിലും ആചാരവിരുദ്ധം ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് മാത്രമേ പറ്റുകയുള്ളൂ. അല്ലാതെ ഒരുപാട് വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ആധികാരികമായിട്ട് നമ്മുടെ രേഖകളിലൂടെയോ ഒന്നും കണ്ടെത്താൻ സാധ്യമല്ല. അതേപോലെ തന്നെയാണ് 18-ാം പടിയെക്കുറിച്ചുള്ള ഒരുപാട് കഥകളും ഉപകഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും താന്ത്രികവിധി അനുസരിച്ച് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് 18
മലകളുടെ പ്രതീകങ്ങളായും അതിൽ 18 ദേവതമാർ ഉൾക്കൊള്ളുന്നു എന്നുള്ളതായുമായ വിശ്വാസമാണ്. അതാണ് ലോകത്തെങ്ങുമില്ലാത്ത ഒരു ആരാധനാ സമ്പ്രദായം പടിപൂജ എന്നുള്ളത് പവിത്രമായ ആ തൃപ്പടികളിൽ നടക്കുന്നത്. അതൊരു താന്ത്രിക കർമ്മമാണ്. 18 പടികളിലും ആദ്യം ആ 18 പടികളിലും കലശത്തിന് വേണ്ടിയുള്ള കലശപൂജ പൂർത്തീകരിച്ച് ആ കലശാഭിഷേകത്തോടുകൂടി 18 പടികളെയും ഓരോ ദേവന്മാരെയും പ്രത്യേകം പൂജിച്ച് അതിൽ നിവേദ്യ സമർപ്പണവും ചെയ്ത് ദീപാരാധനയോടുകൂടി സമാപിക്കുകയാണ് പതിവ്. അത് ക്ഷേത്രത്തിൻ്റെ ആദരണീയനായ തന്ത്രി ആണ് അത് നിർവഹിക്കുന്നത്. പക്ഷേ എന്തോ ഒരു നിയോഗം പോലെ ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് അതിൽ കുറച്ച് ചെയ്യാനുള്ളൊരു ഭാഗ്യവും ലഭിച്ചു. അത് ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു നിയോഗം. അത് തീർച്ചയായിട്ടും ആദരണീയനായ തന്ത്രിയുടെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ചെയ്തതാണ്. ഇതിനിടെ ഇടയ്ക്കൊരു അദ്ദേഹം 18-ാം പടിയെക്കുറിച്ച് പറഞ്ഞത്, ഇപ്പോൾ ചിന്മുദ്ര ധരിച്ച് മാലയിടുന്ന ആൾ 41 ദിവസം വ്രതമെടുക്കണം എന്ന് നിഷ്കർഷിക്കുന്നു. അതിന് ഒരു ഭാഗം ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അങ്ങയുടെ നാവിൽ നിന്ന് വരണം. അതായത് സാധാരണ ഹവിസ് ഈ പടികളിൽ തൂകാറില്ല. ഇവിടെ ഹവിസ് പടികളിൽ തൂകുന്നത് കൊണ്ടാണ് വ്രതം നോറ്റ ആളിന് മാത്രമേ പടി ചവിട്ടാൻ പാടുള്ളൂ എന്ന് പലരും പറഞ്ഞു കേൾക്കുന്നു. എത്രത്തോളം ശരിയുണ്ട്? തീർച്ചയായിട്ടുമാണ്. കാരണം ഹവിസ് ഒരു പടിയിൽ തൂകുക എന്ന് പറയുന്നത് ദേവൻ്റെ സാന്നിധ്യം ഉണ്ട്. അതെ, ദേവസാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പം ഇത്രയും ദേവസാന്നിധ്യമുള്ള ആ തൃപ്പടികളിൽ ആ ദേവന്മാരുടെ പരിപൂർണമായ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് ആ സങ്കല്പിച്ചുകൊണ്ട് അതിൽ 18 പടികളിലും പൂജ നടത്തുന്നത്. താന്ത്രികവിധി അനുസരിച്ചുള്ള പൂജാകർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു ബിംബോപാധിക്ക് തുല്യമാണ് അത്. തീർച്ചയായിട്ടും. പക്ഷേ നമ്മളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ ജീവിതത്തിലെ സർവ്വ കഷ്ടതകളും എല്ലാം മാറുന്നതിന് വേണ്ടി നമ്മൾ പരിപൂർണ വിശ്വാസത്തോടെ ശബരിഗിരീശനെ വണങ്ങുന്നതിന് മുമ്പായി ആ 18 പടികളും ചവിട്ടി അതിൽ ചവിട്ടുക എന്ന് പറഞ്ഞാൽ ആ നമ്മളുടെ പാദം അതിൽ കാലുകൊണ്ട് വന്നിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. അങ്ങനെ ആ നമ്മളുടെ ദോഷങ്ങളെല്ലാം മാറാൻ അതിൽ നമ്മളെ പടികൾ അത് ആ 18 പടികളിലും നമ്മൾ വന്നിച്ചാണ് ചവിട്ടുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ പാദസ്പർശനം ഏറ്റാൽ തന്നെ പാപ വിമോചനായി. അതെ 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 അത് പൂർത്തീകരിച്ചിട്ടാണ് ഇത് ഈ 18 പടികളും താണ്ടി മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്കൊരു മഹാസന്ദേശം അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതൊരു പ്രതീകാത്മകമാണ്. കാരണം നീ 18 പടികളും എല്ലാം താണ്ടി ഇവിടെ വന്ന് നീ ആരെയാണോ കൽപ്പിക്കുന്നത് അത് നിന്നിൽ തന്നെ ഉണ്ട് മകനെ എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമാണ് തത്വം അസി. അതെ, അങ്ങനെ ആ മഹാസങ്കല്പം മുതൽ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഹവിസ് തൂകുന്നു എന്ന് പറയുന്നത് തന്നെ. അങ്ങനെ ഹവിസ് തൂകുന്നതായപ്പോൾ നമുക്ക് ആണല്ലോ കാര്യം. ഹവിസ് തൂകുന്നത് പടിപൂജ ഉള്ളപ്പോൾ ഹവിസ് തൂകുന്നത് പൂജയുടെ സമയത്ത് മാത്രമേ ഉള്ളൂ. പടിപൂജ ഇല്ലാത്തപ്പോൾ അതും ഈ സീസണിലൊന്നും പടിപൂജയില്ല. പക്ഷേ എങ്കിലും ഉച്ചപൂജാ വേളയിൽ ആ 18 പടികൾക്കും ഹവിസ് തൂകുക എന്നൊരു ചടങ്ങും നടന്നു വരുന്നുണ്ട്. ഇവിടെ ഈ 18 മലകൾക്ക് അധിപൻ എന്ന് തന്നെയാണ് നമ്മുടെ സാക്ഷാൽ ശബരീശനെ എല്ലാവരും വാഴ്ത്തപ്പെടുന്നത്. അപ്പോൾ അതിന് ഈ പണ്ട് ആചാരപ്രകാരം വേറെ എന്തെങ്കിലും ചടങ്ങ് ഉള്ളതായിട്ട് അങ്ങേക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ? നേരെ എൻ്റെ കേട്ടറിവനുസരിച്ചിട്ട് അതിന് മുമ്പ് വേറെ ചടങ്ങുകളൊന്നും കേട്ടിരുന്നില്ല. കാര്യം 18 മലകൾക്ക് അധിപനായി വാഴുന്ന 18 മലദേവതമാരുടെ അല്ലെങ്കിൽ ആ മൂർത്തിഭാവമായിട്ടാണ് ഈ 18 പടികളിലും വസിക്കുന്നു എന്നാണ് വിശ്വാസം. അപ്പോൾ അതിന് പൂർവ്വകാലത്ത് പടിപൂജ ഉണ്ടായിരുന്നോ എന്നില്ല, അതിൽ സങ്കല്പങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് ഏതോ കാലത്ത് അതിൽ പ്രത്യേകമായി ആ ദേവതമാരെ പൂജിക്കണം എന്ന് കണ്ടതുകൊണ്ടാവാം അത് വിശിഷ്ടമായ ആ പടിപൂജ അവിടെ സമാരംഭിച്ചത് തന്നെ. അത് ഒരു ദിവസം ഒന്നേ നടത്താൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പടിപൂജ ഭക്തന്മാർ ധാരാളം നടത്താൻ മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദയാസ്തമന പൂജ ഒരാളുടെ പേരിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അതുപോലെയാണ് പടിപൂജയും. പക്ഷേ സവിശേഷമായ ഈ പടിപൂജ നടത്താൻ എത്ര കാലം കാത്തിരിക്കണം എന്നുള്ളതാണ്. അത് വലിയ അത് മനസ്സിലായല്ലോ. ഒന്ന് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിപ്പം ഒരുപക്ഷെ പേര് പലരുടെ ആണെങ്കിലും നടത്തുന്നത് ഒന്നേ നടത്താൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ അത് ഒരു ദിവസം ഒന്ന് നടത്തുമ്പോൾ നമുക്കറിയാം സീസണിൽ നടക്കത്തുമില്ല. അതെ 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 തീർച്ചയായിട്ടും. ജനത്തിരക്ക് കാരണം നടക്കില്ല. അതുകൊണ്ട് അത് ഒരു വർഷം ഒരു 10-60 പടിപൂജ മാത്രമേ നടക്കത്തുള്ളൂ. അത് നടന്നാൽ ബാക്കി അങ്ങനെ കാത്തിരിക്കേണ്ടതായി വരും. നമ്മുടെ ഈ മല കയറ്റം തുടങ്ങുന്ന ആ സ്ഥലം അങ്ങ് സൂചിപ്പിച്ചു. ഇപ്പം പമ്പയിൽ നമ്മൾ സ്നാനം കഴിഞ്ഞു പിതൃ തർപ്പണം നടത്തേണ്ടവർക്ക് പിതൃ തർപ്പണം നടത്താം.
അതിനുശേഷം ഗണപതിയെ വണങ്ങി സകല വിഘ്നങ്ങളും മാറി, ഒപ്പം തന്നെ ഹനുമാനെയും ശ്രീരാമനെയും ഉപദേവന്മാരെയും വന്നിച്ച് ഇട്ടാണ് മല തുടങ്ങുന്നത്. ഇതിൽ പണ്ടുള്ള കാലം അതികഠിനമായിരുന്നു. അതുകൊണ്ടാണ് ഈ വ്രതം നോക്കുന്നവർ നിർബന്ധമായിരുന്നത്. അതെ അതെ, നിർബന്ധമായി ഈ ഒരു ഗുരുസ്വാമിയുടെ ശിക്ഷണത്തിൽ അതിനനുസരിച്ച് പണ്ട് എൻ്റെ അറിവിൽ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഈ തേങ്ങ അടിക്കുന്ന കല്ലിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് കത്തിച്ച് ശരണം വിളിയോടുകൂടി പ്രാർത്ഥനയോട് കാത്തിരിക്കുന്ന കുടുംബക്കാരെ എനിക്ക് വളരെ നന്നായിട്ടറിയാം. അത് ഒരു ആചാരത്തിനേക്കാൾ കൂടുതൽ ഒരു ഭക്തിയുടെ ഭയഭക്തിയായിരുന്നു. അതെ, ഭക്തി മാത്രമല്ല ഭയവും അതിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇന്ന് അത് അല്പം അന്ന് കാനനവാസനയാണ് കാണാൻ പോകുന്നത്. അതേ അന്ന് ഈ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമുള്ള ശബരിമലയായിരുന്നു. പോകുന്ന വഴികളെല്ലാം മാർഗങ്ങളെല്ലാം ദുർഘടം നിറഞ്ഞതായിരുന്നു. അന്ന് നമുക്കറിയാമല്ലോ, നമ്മുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പല ദിവസങ്ങൾ താണ്ടിയാണ് ഒരുപക്ഷെ എരുമേലി വഴിയാണല്ലോ അന്നത്തെ കാനനപാത മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും 1, 2, 3 ദിവസങ്ങൾ താണ്ടിയാണ് സന്നിധാനത്തെത്തുക. അപ്പോൾ ഈ കാട്ടിലൂടെയുള്ള ആ നടപ്പും അന്ന് വഴി നീളെ ഇന്നത്തെ കൂട്ടുള്ള സൗകര്യങ്ങളോ ലൈറ്റോ ഇല്ല, ദാഹജലം പോലും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അവരിവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഭക്ഷണ സാധനങ്ങൾ വഴിയിൽ വെച്ച് തയ്യാറാക്കി അത് ഭക്ഷണം കഴിച്ചൊക്കെ പോയിരുന്നു. അങ്ങനെ അങ്ങനെ വളരെ ദുർഘടമായ ആ വഴിയിലൂടെ ഒക്കെ പോകുന്ന കാലത്ത് നാട്ടിലുള്ളവർക്ക് അതിനോടനുബന്ധിച്ചുള്ള ഭയവും ഭക്തിയും വർദ്ധിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ വർദ്ധിച്ചു എന്നുള്ള ഒരു തോന്നൽ കൊണ്ട്, അല്ലെങ്കിൽ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം കൊണ്ടാണ് ഭക്തിയോടൊപ്പമുള്ള ഭയത്തിന് അല്പം ലോഭം വന്നിട്ടുണ്ടോ എന്ന് ശങ്കിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും. ഇന്ന് ഇപ്പോൾ ഒരാഴ്ച പോലും വ്രതം നോക്കാതെ ധാരാളമാണ്. രാവിലെ മാലയിട്ട് വൈകുന്നേരം കെട്ട് നിറച്ചു പോകുന്ന അനവധി അയ്യപ്പന്മാരെ നമുക്ക് കാണാം. ഒരുപക്ഷെ അയ്യപ്പനെ കാണാനോ അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടോ തന്നെയാണ്. പക്ഷേ പണ്ടത്തെ പോലെ ആ നിഷ്ഠ നമ്മൾക്ക് ലഘൂകരിച്ചിരിക്കും. അതെ, അത് ഈ ഉപവാസങ്ങളും ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഭഗവാൻ സായുജ്യത്തിനു വേണ്ടി മാത്രമല്ല. ഇതൊരു നമ്മുടെ ജീവിതചര്യയാണ്. വർഷത്തിലൊരിക്കൽ നമുക്കറിയാം എല്ലാ മതങ്ങളിലും ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഈ വ്രതങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കി വരുന്നുണ്ട്. മറ്റുള്ള മതങ്ങളിൽ തന്നെ നമുക്കറിയാമല്ലോ, ഓരോ കാലഘട്ടത്തിൽ അവരും വ്രതങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സനാതനധർമ്മം നിഷ്കർഷിക്കുന്ന നമ്മുടെ ഹിന്ദു വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് ഈ ഒരു മണ്ഡല ദിനം അല്ലെങ്കിൽ ഒരു മണ്ഡലകാലം 41 ദിനങ്ങൾ വ്രതമനുഷ്ഠിക്കുക എന്നുള്ള ആ ഒരു ചര്യയിലൂടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ നമ്മൾ അനുഷ്ഠിച്ചതിന് ശേഷം ഭഗവത് ദർശനത്തിന് പോവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. അത് ഒരുപക്ഷെ ഞാൻ ഒരാഴ്ചയെ വ്രതം എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കതിനോട് തർക്കിക്കാനോ മറ്റൊന്നുമല്ല. പക്ഷേ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി നമ്മൾ ആചരിക്കപ്പെടേണ്ട ആ വിശ്വാസത്തിലൂടെ പോകുന്ന ആ ഒരു ഭക്തിമയമായ അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും അതിൽ നിഷ്കർഷിച്ചിട്ടുള്ള ആ വ്രതവും അനുഷ്ഠാനങ്ങളും അതോടനുബന്ധിച്ചുള്ള നിത്യനിഷ്ഠകളുമെല്ലാം പാലിക്കുന്നതായിരിക്കും അതിൻ്റെ ആ പൂർണ്ണത ലഭിക്കുവാൻ അഭികാമ്യം. അതാണ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആചാരം. അതെ. അപ്പം ഇതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി. അങ്ങ് ആദ്യമായി ശബരിമലയിൽ പോയതിനെക്കുറിച്ചുള്ള ഓർമ്മ? ഒരുപക്ഷെ ഞാൻ ശബരിമലയിൽ പോയ ഓർമ്മ എനിക്കിപ്പോൾ എത്രത്തോളം വരുന്നില്ല. കാരണം ഞാൻ വളരെ ചെറുതിലെ ആ ശബരിമല അച്ഛൻ കൊണ്ടുപോയിരുന്നു. പക്ഷെ അന്ന് ഞാനിന്ന് നാട്ടിലായിരുന്നു. എൻ്റെ സ്ഥലം അന്ന് ചെന്നിത്തലയാണ്. അവിടെ താമസിക്കുമ്പോഴാണ് പോയിരുന്നത്. അത് അന്ന് എനിക്ക് തോന്നുന്നു വളരെ ചെറുപ്പത്തിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ആദ്യത്തെ അറിവ് വെച്ച് നോക്കുമ്പോൾ അന്ന് വീട്ടിൽ ഇരുമുടി പൂജയെല്ലാം നടത്തി ഇരുമുടി കെട്ട് നിറയ്ക്കുന്നതിന് മുമ്പായി കഞ്ഞി സദ്യ കുറച്ച് അന്നദാനമൊക്കെ നടത്തി അതിനുശേഷം പിന്നെ വൈകുന്നേരം കെട്ടുമുറുക്കി ആ വ്രതനിഷ്ഠകളെല്ലാം പൂർത്തീകരിച്ച് കെട്ടുമുറുക്കി ശരണം വിളിച്ച് ഞങ്ങൾ പോവുകയായിരുന്നു. അന്ന് ഇത്രത്തോളം തിരക്കുകളൊന്നുമില്ല. ഏതാണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് 5 or 6 വയസ്സുള്ളപ്പോഴാണ് തോന്നുന്നത് ആദ്യം പോയെന്ന് തോന്നുന്നു. പക്ഷേ അറിവ് അതിനുശേഷമുള്ള വാക്കുകളേ ഉള്ളൂ. കാരണം ഏകദേശം 68, 69, 70 മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പോൾ അന്ന് ഇത്രത്തോളം അന്ന് ചാലക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ്. അന്ന് ബസ് അതുവരെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ ഇറങ്ങിയിട്ടാണ് അന്ന് പൊക്കോട്ടിരുന്നത്. പമ്പയിലെ ബസ് സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്ന് ഇത്രത്തോളം ജനമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കുറച്ചുകൂടെ ദർശനത്തിനും കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നുപോയി. പക്ഷെ ഇന്ന് അതുപോലെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് വ്രതാനുഷ്ഠാനങ്ങൾ മുടക്കുന്നത് ഭംഗിയല്ല. കാര്യം വ്രതാനുഷ്ഠാനങ്ങൾ ഇന്നും പാലിച്ചെങ്കിൽ മാത്രമേ, കാര്യം ഭഗവാൻ അന്നും ഇന്നും ഭഗവാൻ തന്നെയാണ്. അവിടുത്തെ ആ തേജസ് അല്ലെങ്കിൽ ആ ചൈതന്യം ഇപ്പോഴും അങ്ങനെ തന്നെ അതിൽ എത്രയോ വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ. പക്ഷേ ജനങ്ങൾ അതുപോലെ ആ തപസ്സനുഷ്ഠിക്കുന്ന ദേവനെ ദർശിക്കുവാൻ പോകുമ്പോൾ നമ്മളും അതിനനുസൃതമായി ആ തപസ്സിന്
എന്താ പറയുക തപസ്സിനോട് സാമ്യം വരുന്ന രീതിയിലെങ്കിലും കുറച്ച് അനുഷ്ഠാനങ്ങൾ വ്രതങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഒരു വർഷം അങ്ങ് പുറപ്പെടാശാന്തിയായി അയ്യപ്പനോട് ഒത്തു കഴിഞ്ഞു അല്ലേ? അതെ. അവിടെ വെച്ച് നിരവധി അനുഭവങ്ങൾ ധാരാളം. അതുപോലെ അങ്ങ് തന്നെ ഒരുപാട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഈ ഒരു വർഷം അവിടെ നിന്നപ്പോൾ മറ്റ് ശാസ്താ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ശാസ്താ പ്രതിഷ്ഠകളിലോ നിന്ന് അങ്ങേക്ക് അനുഭവപ്പെട്ട ഈ മൂർത്തിയുടെ ഒരു പ്രാഗൽഭ്യം, വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അവിടുത്തെ മൂലമന്ത്രമാണെങ്കിലും അവിടുത്തെ ധ്യാന സങ്കല്പമാണെങ്കിലും എല്ലാം തന്നെ മറ്റുള്ള ശാസ്ത്ര സങ്കല്പങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള സങ്കല്പത്തിലാണ് അവിടുത്തെ ആരാധനാക്രമങ്ങളും ചടങ്ങുകളും. അവിടുത്തെ എല്ലാ ചടങ്ങുകൾക്കും മറ്റുള്ളതിലും വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തത പൂർണ്ണമായിട്ട് ഇവിടെ പറയാൻ പറ്റത്തില്ല. കാരണം അത് തന്ത്രി ഉപദേശത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ ആ വ്യത്യാസം തീർച്ചയായിട്ടും ആ ശ്രീലകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രത്തോളം ചൈതന്യം സ്ഫുരിക്കുന്ന ആ തിരുബിംബത്തിൽ നമ്മൾ അവിടെ നിഷ്കർഷിച്ചിട്ടുള്ള ആ താന്ത്രിക വിധി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവലംബിക്കുക, അത് ഭംഗിയായി നടത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഇത്. അത് അനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ നമ്മുടെ ആ ആരാധനയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഏറ്റിരിക്കുന്ന ചുമതലയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ പ്രവൃത്തിക്ക് പൂർണ്ണതയും അതേപോലെ ഭഗവത് സാന്നിധ്യ സായുജ്യങ്ങൾ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആദ്യം ഈ പുറപ്പെടാശാന്തിയെ അവരോധിക്കുന്നത് എങ്ങനെയാണ് തന്ത്രി? നമ്മൾ ശബരിമലയിൽ ആ തിരുസന്നിധാനത്ത് അതെ 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 അവിടെ ചെത്തിക്കഴിഞ്ഞാൽ അവിടെ ശാസ്താവിൻ്റെ തിരുമുമ്പിൽ അദ്ദേഹം തന്ത്രി ഒറ്റ കലശം പൂജിക്കും. കലശം പൂജിച്ച് നമ്മളെ അവിടെ ഇരുത്തി ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് തന്നെ കലശം അഭിഷേകം ചെയ്ത് ആ ഭഗവാന്റെ സമനാക്കിക്കൊണ്ട് നമ്മളെ പൂർത്തീകരിച്ച് അയ്യനാക്കിക്കൊണ്ട് ആ ദാസനായിട്ട് അകത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. അകത്ത് പ്രവേശിക്കുമ്പോൾ തന്ത്രിയും മേൽശാന്തി ചുമതലയെടുക്കുന്ന ഒരുപക്ഷെ ഞാനായിരുന്നപ്പോൾ ഞാൻ തന്ത്രി അദ്ദേഹം മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് ഭഗവാന്റെ തിരുമുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ആ പ്രധാനമായിട്ടുള്ള മൂലമന്ത്രം, ധ്യാനം ഇതെല്ലാം നമുക്ക് ഉപദേശിച്ചു തരികയാണ്. അത് ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉള്ളൂ. ആ ഉപദേശം അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് ദേവൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അത് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ഇപ്പം ആൾക്കാരുടെ തിരക്ക് മൂലം ഇപ്പം എനിക്ക് തോന്നുന്നു രാവിലെ സമയക്രമം പാലിക്കാൻ ഒരിക്കലും സാധിക്കില്ല. 2 മണിയോളം ആകും. അത് കഴിഞ്ഞ് തിരിച്ച് 4 മണിക്ക് അടുത്ത പരിപാടിയും തുടങ്ങണം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു കർമ്മം ഇപ്പം അങ്ങേപ്പോലുള്ളവരൊക്കെ എൻ്റെ അറിവിൽ ഇപ്പം എനിക്ക് തിരുമേനിയെ വളരെ നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് ദാഹിച്ച ജലം പോലും കഴിക്കാതെയാണ് നിങ്ങൾ ആ പൂജയ്ക്കിരിക്കുന്നത്. പൂജ കഴിയാതെ ആഹാരം കഴിക്കാറില്ല. ഇത് എങ്ങനെ അതിൻ്റെ താരതമ്യപ്പെടുന്നു തിരുമേനി? അല്ല, ശബരിമലയെ സംബന്ധിച്ചിട്ട് നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ ഞാൻ പറഞ്ഞത് വിഭിന്നമാണ്. അതെ, മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പൂജയ്ക്ക് ഒരുപക്ഷെ നട തുറന്നു കഴിഞ്ഞാൽ സമയക്ലിപ്തത ഒരു പരിധി വരെ പാലിക്കപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞാൽ മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി. പക്ഷേ ശബരിമലയെ സംബന്ധിച്ച് അതൊന്നും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളോ ജലപാനങ്ങളൊക്കെ നമ്മളവിടെ വെച്ച് കഴിക്കാൻ സാധിക്കാറുണ്ട്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അറിയാമല്ലോ, ഈ 60-65 ദിനങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും. അപ്പം ചെറിയ രീതിയിൽ ജലവും ജലപാനങ്ങളൊക്കെ ചേർന്ന് എന്താ പറയുക, വളരെ വലിയ രീതിയിലുള്ള ഭക്ഷണം ഒന്നും കഴിക്കാറില്ലെങ്കിലും ചെറിയ രീതിയിൽ ഭക്ഷണവും ജലപാനവും ഒക്കെ ചെയ്യാറുണ്ട്. ശബരിമലയെ സംബന്ധിച്ച് അതേ സാധിക്കുകയുള്ളൂ. അതാണ് നേരത്തെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വിഭിന്നമാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. തീർച്ചയായിട്ടും വിഭിന്നമാണെന്നുള്ളത് ഒന്നാമത് കാലനവാസനാണ്, രണ്ടാമത് അവിടെയുള്ള നിഷ്ഠകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ പ്രത്യേകതയുണ്ടെന്ന് അങ്ങ് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ജനത്തിന് അറിയാനും അതുപോലെ തന്നെ നമ്മുടെ ഭക്തർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവ് നൽകാനും ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ വേണം എന്നെനിക്കറിയാം. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ ചുരുക്കുന്നു. വളരെയധികം സ്വാമി ശരണം.